നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2 കളികൾ കഴിഞ്ഞു. ഫ്രാൻസിന്റെ പേര് കേട്ട മുന്നേറ്റ നിര ഒറ്റ ഗോള് പോലും അടിച്ചിട്ടില്ല. ആദ്യ കളിയിൽ ഓസ്ട്രിയക്കെതിരെ ഓൺ ഗോളാണ്, ഓസ്ട്രിയയുടെ ഓൺ ഗോളിലാണ് അവർ രക്ഷപ്പെട്ട് ജയിച്ചു കയറുന്നതെങ്കിൽ ഇന്നലെ നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നെതർലൻഡ്സിനോട് ഗോൾ അടിക്കാൻ പറ്റിയില്ല. ഗോൾ രഹിത സമനില. 2 കളികൾ കഴിയുമ്പോൾ ഒറ്റ ഗോളും ഫ്രാൻസിന്റെ പേര് കേട്ട മുന്നേറ്റ നിരക്കാരടിച്ചിട്ടില്ല. ശരിയാണ്, ഇന്നലെ എംബാപ്പെ കളിച്ചിട്ടില്ല. പക്ഷെ ആദ്യ കളിയിൽ എംബാപ്പയും ഉണ്ടായിരുന്നു. എവിടെയാണ് പിഴക്കുന്നത്? ഗോളടിക്കാതെ ഈ ടൂർണമെന്റ് കൊണ്ടുപോകാൻ പറ്റില്ല. ഫേവറിറ്റുകളായിട്ട് വന്ന ടീമാണ് ഫ്രാൻസ്. ഗോളടിച്ചേ പറ്റൂ. ഫ്രാൻസിന്റെ കോച്ച് ദിദിയർ ദെഷാം ഇതിനെക്കുറിച്ച് ഇന്നലത്തെ കളിക്ക് ശേഷം പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, അൺഫോർച്ചുനേറ്റ്ലി we were unable to find the back of the net. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഗോളുകൾ കണ്ടെത്താൻ പറ്റിയില്ല. ഇതൊരു ഹൈ ഇന്റൻസിറ്റി ഉള്ള മത്സരമായിരുന്നു. ഞാൻ എന്തായാലും ഹാപ്പിയാണ്. എൻ്റെ ബോയ്സ് മികച്ച രൂപത്തിൽ തന്നെയാണ് ഇന്നത്തെ രാത്രി കളിച്ചിട്ടുള്ളത്. ഡിസപ്പോയിന്റഡ് ആണ്. ലാക്ക് ഓഫ് എഫിഷ്യൻസി ഇൻ ഫ്രണ്ട് ഓഫ് ഗോൾ. ഗോൾ വലയത്തിന് മുമ്പിലുള്ള ആ ഒരു മികവില്ലായ്മയിൽ ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്. പക്ഷേ മൊത്തത്തിൽ കളിയിൽ എൻ്റെ താരങ്ങൾ പുറത്തെടുത്ത പ്രകടനത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും നിരവധി മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ടേക്ക് അവേസ് ഈ ഒരു കളിയിലുണ്ട്. ഇപ്പം ഓപ്പണൻസിനെ കൂടി നമ്മൾ പരിഗണിക്കണം. ആ 2 ടീമുകളും, ഓസ്ട്രിയ ആണെങ്കിലും നെതർലൻഡ്സ് ആണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമുകളാണ്. ബട്ട് ഒബ്വിയസ്ലി മത്സരങ്ങൾ വിജയിക്കണമെങ്കിൽ ഗോളുകൾ അടിച്ചേ പറ്റൂ. ഞങ്ങൾ കൂടുതൽ ഇമ്പ്രൂവ് ആവും വരുന്ന മത്സരങ്ങളിൽ എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് അടുത്ത റൗണ്ടിൽ മികവ് കാണിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതിൽ ഗോളടിച്ചില്ല എന്നതിൽ ആശങ്കയുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ ആശങ്കപ്പെടുമായിരുന്നു അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ. പക്ഷെ ഞങ്ങൾ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ആന്റോയിൻ ഗ്രീസ്മാൻ ആദ്യ മത്സരത്തിലേക്കാൾ നന്നായിട്ടാണ് ഈ കളി കളിച്ചത്. ബട്ട് പെർഹാപ്സ് സ്ലൈറ്റ്ലി ഓഫ് ദി പേസ് ഓൺ ദി ടെക്നിക്കൽ ഫ്രണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. ഏതായാലും അദ്ദേഹത്തെ കുറച്ച് മത്സരങ്ങളിൽ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ട് കൂടിയാവണം അത്. അദ്ദേഹം ഹയറപ്പായിട്ടാണ് പൊസിഷൻ എടുത്തിരുന്നത്. കാരണം മറ്റ് മിഡ്ഫീൽഡേഴ്സ് കൂടി കളിക്കളത്തിൽ ഉള്ളത് കൊണ്ട് അത്തരത്തിലൊരു പൊസിഷനിലാണ് ഇന്ന് കളിച്ചത് എന്നുകൂടി ഇപ്പോൾ കോച്ച് ദിദിയർ ദെഷാംസ് പ്രതികരിക്കുന്നുണ്ട്. ഏതായാലും ദെഷാം ഒരു കാര്യം സമ്മതിക്കുന്നു, തൻ്റെ ടീമിന് മുന്നോട്ട് പോകണമെങ്കിൽ, കളികൾ ജയിക്കണമെങ്കിൽ ഗോളുകൾ അടിച്ചേ പറ്റൂ. അത് വരുന്ന മത്സരങ്ങളിൽ സംഭവിക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ചാൻസുകൾ ഉണ്ടാക്കുന്നില്ലെങ്കിലാണ് ബേജാറാവേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടതുള്ളൂ. ഈ ടീം ചാൻസുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഗോളുകൾ സ്വാഭാവികമായും വരും എന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വരാം.